ഇപ്പോൾ ഉള്ള മോഡേൺ ആർക്കിടെക്ട്സ് ഒക്കെ ഡിസൈൻ ചെയ്യുന്ന പ്രോജക്ട്സുകളിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ അതുപോലെ തന്നെ നമ്മുടെ മൺസൂൺ അനുസരിച്ചിട്ട് വേണം നമ്മൾ ഫൗണ്ടേഷൻ ഡിസൈൻ ചെയ്യാനായിട്ട്. പരമാവധി സൺഷെയ്ഡ്സ് അവോയ്ഡ് ചെയ്താണ് ചെയ്യുന്നത്. ഫൗണ്ടേഷൻ ഡിസൈനിൽ ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് പറയുന്നത് സ്ലോപ്ഡ് റൂഫാണ് ഏറ്റവും നല്ലത്. സ്ലോപ്ഡ് റൂഫാണ് ഏറ്റവും അനുയോജ്യം. എന്തൊക്കെ അപ്രൂവൽസ് ആണ് നമ്മളൊരു ബിൽഡിംഗ് കൺസ്ട്രക്ഷന് മുന്നേ നമ്മൾ എടുക്കേണ്ടത്? അപ്രൂവൽസ് മെയിൻലി ബിൽഡിംഗ് പെർമിറ്റ് ആണ്. നമ്മുടെ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത് ആണെന്നുണ്ടെങ്കിൽ ഈ KMBR പറയുന്ന പ്രകാരം പഞ്ചായത്ത് റൂളും കോർപ്പറേഷൻ്റെ റൂളും അനുസരിച്ചിട്ട് പറയുന്ന റൂൾ എന്ത് പറയുന്നു അതനുസരിച്ചുള്ള സെറ്റ് ബാക്സ് ഒക്കെ വിട്ടിട്ട് KMBR അപ്രൂവൽ എടുക്കുക എന്നുള്ളതാണ്. അതിനെ ബിൽഡിംഗ് സർട്ടിഫിക്കേഷൻ എന്നാണ് പറയുന്നത്, ബിൽഡിംഗ് പെർമിറ്റ് അപ്രൂവൽ. അത് നമ്മുടെ നാട്ടിൽ എടുക്കണം. വൺസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ വേറെ ചേഞ്ചൊന്നും ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫൈനൽ കംപ്ലീഷൻ ഡ്രോയിങ് സബ്മിറ്റ് ചെയ്ത് കംപ്ലീഷൻ എടുക്കുക. ഇനി എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് റെഗുലറൈസ് ചെയ്ത് TC നമ്പർ അല്ലെങ്കിൽ ബിൽഡിംഗ് നമ്പർ എടുക്കേണ്ടതാണ്. പിന്നെ ഈ ഒരു സർട്ടിഫിക്കറ്റ് വെച്ചിട്ടാണ് അതിനകത്ത് ഫ്യൂച്ചറിൽ ആവശ്യമായിട്ട് വരുന്ന ഇലക്ട്രിസിറ്റിയുടെയും വാട്ടറിൻ്റെയും കണക്ഷൻസൊക്കെ ഡൊമസ്റ്റിക്കിലോട്ട് കൺവേർട്ട് ആക്കാനും ഡൊമസ്റ്റിക്കായിട്ട് എടുക്കാനും ആവശ്യമായിട്ട് വരുന്നത്. മുമ്പൊക്കെ നമ്മളൊരു വീട് വെക്കുന്നതിന് മുന്നേ ആ വസ്തുവിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു കിണർ കുഴിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ വരുമ്പോഴത്തേനും ആ ഒരു പരിപാടി ഇപ്പം ഒരുപാടായിട്ട് കുറയുന്നുണ്ട്. ആക്ച്വലി ഒരു കിണറിൻ്റെ അത്യാവശ്യം ഉണ്ടോ അതോ അല്ലാതെ വാട്ടർ ആണോ ഏറ്റവും നല്ലത്? ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കിണർ കുത്തിയാൽ നല്ല കുടിവെള്ളം കിട്ടും എന്നുള്ള സ്ഥലങ്ങളിൽ ഇപ്പോഴും കിണർ കുത്തുന്നുണ്ട്. വെൽ വാട്ടർ തന്നെയാണ് ഏറ്റവും ശുദ്ധമായിട്ട് കിട്ടുന്നതും വേറെ ഒരു ബുദ്ധിമുട്ടില്ലാത്ത ലാൻഡാണെങ്കിൽ. അപ്പോൾ അത് ലാൻഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ ഒരു വയൽ ഭാഗമാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ കിണർ കുത്തിയാൽ അതൊരു ഓരായിരിക്കും അതിനകത്ത് കൂടുതലും ഉണ്ടാവുക. അത് ഒരിക്കലും പോർട്ടബിൾ അല്ല. അപ്പോൾ അതേസമയം ഒരു ഹാർഡ് ലാറ്ററേറ്റ് ഉള്ള സ്ഥലത്താണെങ്കിൽ ഡെഫിനറ്റായിട്ടും ഒരു മസ്റ്റായിട്ടും നമ്മളൊരു വെൽ കുത്തിയിട്ട് അതിലെ വെള്ളം തന്നെ മെയിൻ കണക്ഷൻ മെയിൻ ലൈനായിട്ട് യൂസ് ചെയ്യുക. ഇപ്പം നമ്മുടെ ട്രിവാൻഡ്രം സിറ്റിക്കകത്തൊക്കെ നമ്മൾ കൂടുതലായിട്ട് കണ്ടു പോകുന്നത് കോർപ്പറേഷൻ വാട്ടറാണ്. കോർപ്പറേഷൻ വാട്ടറാണ് മെയിൻ വാട്ടർ ലൈനായിട്ട് യൂസ് ചെയ്യുന്നത്. സോഴ്സ് ഓഫ് വാട്ടർ ഇതാണ് മുനിസിപ്പൽ വാട്ടർ ലൈനാണ്. അത് ഇപ്പോൾ ഈ പറയുന്ന മാതിരി ഒരു സമ്പ് പ്രൊവൈഡ് ചെയ്ത് സ്റ്റോർ ചെയ്തിട്ട് ഓവർഹെഡ് ടാങ്കിലേക്ക് പമ്പ് ചെയ്തെടുക്കുക. അവിടെ നിന്ന് വീടിനകത്തേക്കെല്ലാം സർക്കുലേറ്റ് ചെയ്ത് പോകുന്നു. ഇങ്ങനെ ഒരു സിസ്റ്റത്തിലാണ് നമ്മൾ ട്രിവാൻഡ്രം എല്ലാം ചെയ്തു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ എല്ലാം അറൗണ്ട് ഒരു വാട്ടർ ടേബിൾ ഓൾമോസ്റ്റ് ഭാഗവും ഒരു 1.5 മീറ്ററൊക്കെ വാട്ടർ ടേബിളിൽ ആണ്. അപ്പോൾ പിന്നെ അതൊരു ഡ്രിങ്കിങ് പോസിബിൾ അല്ല, ബിക്കോസ് അത് ഓരായിരിക്കും. അപ്പോൾ ഇത് ഡിപ്പെൻസ്, ഓരോ ലൊക്കേഷൻ അനുസരിച്ചിട്ടിരിക്കും. സിറ്റി വിട്ട് ഉള്ള ഉയർന്ന പ്രദേശങ്ങൾ പോലുള്ള കരഭാഗം ഡ്രൈ ലാൻഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെല്ല് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മുടെ കേസിൽ ട്രിവാൻഡ്രത്ത് അകത്ത് നടക്കുന്ന സിറ്റിക്കകത്തൊക്കെ നടക്കുന്ന കൂടുതൽ പ്രോജക്റ്റും മുനിസിപ്പൽ വാട്ടർ തന്നെയാണ് മെയിൻ സോഴ്സ് ഓഫ് വാട്ടർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ ഒരു പ്ലോട്ട് വാങ്ങിയ ശേഷം ഒരു ആർക്കിടെക്റ്റിനെയും എഞ്ചിനീയറിനെയും കൊണ്ടുവന്ന് പ്ലോട്ട് കാണിക്കാറുണ്ട്. ആക്ച്വലി പ്ലോട്ട് വാങ്ങുന്നതിന് മുമ്പാണോ ശേഷമാണോ അവരെ കൊണ്ടുവന്ന് കാണിക്കുന്നതിലുള്ള ഒരു ബെനിഫിറ്റ്? ശരിക്കും ബെനിഫിറ്റ് പ്ലോട്ട് വാങ്ങുന്നതിന് മുൻപ് ആർക്കിടെക്ട്സിനെയും എഞ്ചിനീയറെയും കൊണ്ട് കാണിക്കുന്നത് തന്നെ ആയിരിക്കും നല്ലത്. കാരണം അവർക്ക് ആ പർട്ടിക്കുലർ ലൊക്കേഷനിലുള്ള ഇത് പഞ്ചായത്ത് ഏരിയ ആണോ മുനിസിപ്പാലിറ്റി ആണോ അല്ലെങ്കിൽ കോർപ്പറേഷനാണോ അതനുസരിച്ച് ഈ റൂളിലെല്ലാം ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടാവും. അതുപോലെ ഇൻറ്റേർണൽ റോഡ്സ്, പലർക്കും ഇൻറ്റേർണൽ റോഡ്സ് ഇപ്പോൾ 2 സൈഡ് റോഡ് വന്നു കഴിഞ്ഞാൽ ഞാൻ വാങ്ങിയ 3 സെൻറ്റ് സ്ഥലത്തിൽ 2 സൈഡിലും റോഡുണ്ട്. ആ റോഡ് പ്രൈവറ്റ് റോഡാണെങ്കിലും അതിൻ്റെ ഏകദേശം ഒരു 75 മീറ്റർ കൂടുതലൊക്കെ ആണെന്നുണ്ടെങ്കിൽ റൂള് ഡിഫറെൻ്റ് ആണ്. ആ റോഡ് വരുന്ന സൈഡിൽ നമ്മളൊരു 2 മീറ്റർ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ സ്മോൾ പ്ലോട്ടിൻ്റെ കേസ് എടുക്കുമ്പോൾ അവിടെ നമുക്ക് 2 സൈഡിലും സെറ്റ് ബാക്ക് വിടേണ്ടി വരും. ഇത് ഒരു കസ്റ്റമറിന് ആദ്യം അറിയത്തുണ്ടാവില്ല ഇതിനകത്ത് ഇത് ചെയ്യാവോ, അത് ഓക്കെ ആണോ, അവർ അഡ്വാൻറ്റേജ് ആയിട്ട് കാണും. ഇത് ആക്ച്വലി സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സൈഡിൽ നിന്ന് സെറ്റ് ബാക്ക് വെസ്റ്റ് സൈഡിലും അതുപോലെ ഈസ്റ്റ് സൈഡിലും വിട്ട് കഴിയുമ്പോൾ 2 സൈഡിൽ 2 മീറ്റർ വിടുമ്പോൾ പിന്നെ ബിൽഡിംഗ് വെക്കാനുള്ള ഏരിയ വളരെ ചെറുതായി അങ്ങ് ചുരുങ്ങും. അപ്പോൾ അത് പിന്നെ ആയിരിക്കും അവരത് ആ ഒരു റിയാലിറ്റി മനസ്സിലാക്കുന്നത്. അയ്യോ ഇതിൽ ഇനിയിപ്പോൾ എങ്ങനെയാണ് ഞങ്ങൾ 3 ബെഡ് ഉദ്ദേശിച്ചത് 2 ബെഡ് അല്ലേ ചെയ്യാൻ പറ്റുള്ളൂ, ഇങ്ങനെ വരുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവാം. സോ ആദ്യമേ തന്നെ ആർക്കിടെക്ട്സിനെയും എഞ്ചിനീയേഴ്സിനെയും ആരാന്ന് വെച്ചാൽ അവരെ തന്നെ കാണിച്ചതിന് ശേഷം ഈ പ്ലോട്ട് ഫൈനലൈസ് ചെയ്യുന്നത് തന്നെയായിരിക്കും ബെറ്റർ.
ഇപ്പം തന്നെ നമ്മൾ ഒരു സോഷ്യൽ മീഡിയ തുറക്കുമ്പം തന്നെ ഇൻസ്റ്റഗ്രാമിലായിരുന്നാൽ പോലും ഒരുപാട് ഡിസൈനിലുള്ള വീഡിയോകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പം ഓൾമോസ്റ്റ് എല്ലാവരും അത് ആ ഒരു വീഡിയോ സേവ് ചെയ്ത് വെക്കുന്ന ആൾക്കാരായിരിക്കും. നാളെ അവർക്ക് ഭാവിയിൽ ഇതുപോലൊരു വീട് വെക്കണം എന്ന് ആഗ്രഹം. ഇപ്പം ഞാനിപ്പോൾ സാറിനോട് വന്നിട്ട് സാർ എനിക്ക് ഇതുപോലൊരു വീട് എനിക്കും വെച്ച് തരാമോ, ഞാൻ കാണിച്ചു തരുന്ന പ്ലോട്ടിലെന്ന് പറഞ്ഞാൽ അത് പോസിബിൾ ആണോ? അല്ല, അതിനകത്തുള്ളൊരു പ്രശ്നം വെച്ചാൽ ജനറൽ കേസ് എല്ലാവരും ഇങ്ങനെ കുറേ കേസ് സ്റ്റഡീസ് നടത്തും, ഇങ്ങനെ ഡാറ്റാസ് കളക്ട് ചെയ്ത് വെക്കും. നമുക്കിപ്പോൾ എക്സാക്ട്ലി സെയിം എന്ന് വെച്ചാൽ എവറി പ്ലോട്ട് ഹാസ് എ സൊല്യൂഷൻ. അപ്പോൾ ആ ഒരു പെർഫെക്റ്റ് സൊല്യൂഷനിലോട്ട് എത്തണമെന്നുള്ളത് ആ പ്ലോട്ടിനനുസരിച്ചിട്ടേ നമുക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ആ പ്ലോട്ട് എന്താണ്, അതിൻ്റെ സൈസ് എന്താണ്, അതിൻ്റെ ഷേപ്പ് എന്താണ്, ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തേ ഇരിക്കുള്ളൂ. അപ്പം നമ്മളൊരു ഇപ്പോൾ പറയുന്ന പോലെ ഒരു മാഗസിൻ എന്നുള്ള ഒരു ഇമേജ് ആയാലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിന്നുള്ളൊരു ഇമേജ് ആണെങ്കിലും എക്സാക്ട്ലി സെയിം നമുക്ക് വെക്കാൻ പറ്റില്ല. നമ്മുടെ പ്ലോട്ട് എന്താണോ, നമുക്ക് എത്രത്തോളം സ്പേസ് നമുക്ക് അതിൽ നിന്ന് അവൈൽ ചെയ്യാൻ പറ്റുമോ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഡിസൈൻ കംപ്ലീറ്റ് ചെയ്ത് ഒരു പെർഫെക്റ്റ് സൊല്യൂഷനിലോട്ട് എത്താൻ പറ്റുന്നത്. ഇപ്പോൾ ഒരു വീട് വെക്കുമ്പോൾ പലരും പല ഏരിയക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അമ്മമാരാണെങ്കിൽ കിച്ചണിനായിരിക്കും, അല്ലെങ്കിൽ വേറെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവരുടെ റൂം, സ്റ്റഡി ടേബിൾ അങ്ങനെയുള്ളതായിരിക്കും. അപ്പം ഏറ്റവും കൂടുതൽ ഒരു അഭിപ്രായം വരുന്നത് അല്ലെങ്കിൽ ഒരു മാറ്റം വരണം എന്ന് പറയുന്നത് ആരായിരിക്കും, അല്ലെങ്കിൽ ഏത് ഏരിയയിലായിരിക്കും? ഇപ്പം കൂടുതലായും കണ്ടുവരുന്നത് വാഷ്റൂംസ് ഒക്കെ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തു പോകുന്നുണ്ട്. നേരത്തെ ഉള്ളതിനേക്കാളും ബിഗർ സൈസ് വെച്ചാൽ പലരും പുറത്തൊക്കെ പോയി വർക്ക് ചെയ്ത് അവിടെയുള്ള ഒരു ഫെസിലിറ്റീസൊക്കെ കണ്ടുവരുന്നതുകൊണ്ട് ഇപ്പോൾ പഴയ പോലുള്ള തീരെ ചെറിയ ഒരു വാഷ്റൂമല്ല, വാഷ്റൂമൊക്കെ ഇപ്പോൾ കുറച്ച് ലാർജ് സൈസിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ തന്നെ വർക്ക് ഫ്രം ഹോം, ഇപ്പോൾ കോവിഡിന് ശേഷം ഒരു വർക്ക് ഫ്രം ഹോം സ്പേസ് എല്ലാവരും പ്രിഫർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ നമ്മുടെ ഇതിൽ ചെയ്യുന്ന സോഷ്യൽ മീഡിയ യൂട്യൂബേഴ്സൊക്കെ പോലുള്ള ആൾക്കാർക്ക് അവരുടെ ഒരു കണ്ടന്റ് റൈറ്റിംഗ് അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന റെക്കോർഡിങ്ങിനൊക്കെ ഉള്ളൊരു സ്പേസ് അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ജനറലി നമ്മൾ കാണുന്ന വേറൊരു കാര്യം വെച്ചാൽ ഈ കിച്ചൺസ് ഒക്കെ ഓപ്പൺ കിച്ചണായി അങ്ങ് കൺവേർട്ടായി. പണ്ടത്തെ പോലെ ഇൻസൈഡ് കംപ്ലീറ്റ്ലി അടച്ചു മൂടി ഇൻഡിവിജ്വൽ റൂം അങ്ങനെ പോകുന്നില്ല. ഇപ്പോൾ സ്റ്റെയർ ഏരിയ ആണെങ്കിൽ ഓപ്പൺ ആയിട്ടാണ് ചെയ്തു പോകുന്നത്. അതുപോലെ കിച്ചനും ഓപ്പൺ കിച്ചണായിട്ടാണ് ചെയ്തു പോകുന്നത്. അതിപ്പോൾ ഒരു വീട്ടിലെ ഇന്ന ആളെന്നുള്ളതല്ല, ഒരു ഫാമിലി എൻറ്റയർലി അവർക്ക് വേണ്ടുന്ന ഏരിയാസ് ലൈക്ക് ബെഡ്റൂം, വാഷ്റൂം, ടോയ്ലറ്റ്സ്, ഇതെല്ലാം വരുമ്പോൾ ഫാമിലിയിലെ എല്ലാവർക്കും അതിനകത്ത് അഭിപ്രായമുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു മോഡേൺ കണ്ടംപററി സ്റ്റൈൽ എന്നുള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ കൂടുതൽ പ്രോജക്റ്റിൻ്റെയും ഡിസൈൻ പോകുന്നത്. അത് പിന്നെ ഒരു ഇൻ ദ ലോങ് റൺ നമ്മൾ തിരിഞ്ഞു നോക്കിയാലും അപ്പോഴൊന്ന് പെയിൻ്റൊക്കെ ഒന്ന് മാറിയാലും ആ സമയത്തെ ഒരു ട്രെൻഡായിട്ട് തന്നെ ഈ ഒരു കണ്ടംപററി ഡിസൈൻ പോകും. അപ്പോൾ അതിപ്പോൾ കൂടുതലായിട്ട് നമ്മൾ ആദ്യം സംസാരിച്ച ട്രഡീഷണൽ സ്ലോപ്പ് റൂഫ് മാറിയിട്ട് ഇങ്ങനെ ഒരു കൺവേർഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതലും കണ്ടംപററി മോഡേൺ റെസിഡൻസ് ആണ് ഇപ്പം നമ്മുടെ നാട്ടിൽ കാണുന്നത്. ഒരു 10-15 വർഷം മുന്നേ ചെയ്യുന്ന വീട്ടിൽ അധികം ക്രാക്സ് ഒന്നും ഉണ്ടാവാറില്ല. എന്നാൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ചെയ്യുന്ന വീടുകളിലൊക്കെ കൂടുതലായിട്ടും ക്രാക്സ് കണ്ടുവരാറുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും? അത് ജനറലി നമ്മുടെ 15 വർഷത്തെ ഒരു ക്ലൈമറ്റ് അല്ല ഇപ്പോൾ ഉള്ള ക്ലൈമറ്റ്. ഇപ്പോൾ കമ്പാരിറ്റീവ് ക്ലൈമറ്റിൽ നല്ല ചേഞ്ച് വന്നിട്ടുണ്ട്, നല്ല ചൂടാണ്. അതിൻ്റെ ഒരു ടെമ്പറേച്ചർ വേരിയേഷൻ എന്തായാലും അതിനകത്ത് ഉണ്ടാവും. പിന്നെ നമുക്ക് ഈ 15 വർഷം മുമ്പൊക്കെ നമുക്ക് ധാരാളമായിട്ട് ഇഷ്ടികയും റിവർ സാൻഡും കിട്ടുമായിരുന്നു. ഇപ്പോൾ ആ സ്ഥാനത്ത് നമുക്ക് കിട്ടുന്നത് സിമെൻറ്റ് ബ്രിക്സും ഇതുമാണ്, നമ്മുടെ എം സാൻഡുമാണ് കിട്ടുന്നത്. അതെന്തായാലും ഒരിക്കലും ഒരു റിവർ സാൻഡിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ അല്ല. അപ്പോൾ അതിലുള്ള ആ ഒരു തെർമൽ ചേഞ്ചസ് ഒക്കെ ഈ പറയുന്ന ഈ ക്രാക്സിനെ അഫക്റ്റ് ചെയ്യാം. അതുകൊണ്ടാണ് മെറ്റീരിയൽ മാറുന്നതിലുള്ള അല്ലെങ്കിൽ ആ മെറ്റീരിയലിലുള്ള ക്വാളിറ്റിയിലുള്ള ഡിഫറൻസ് കൊണ്ടിട്ടാണ് ഈ ഒരു ക്രാക്സ് വരുന്നത്. അതിൽ ടെമ്പറേച്ചർ ഒരു പാർട്ടാണ്. ഈ കോൺക്രീറ്റ് ചെയ്ത ശേഷം എത്ര നാൾ നമ്മൾ അതിന് വെള്ളം ഒഴിക്കണം? ആക്ച്വലി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ കാലാവസ്ഥയ്ക്ക് മാറ്റം വരുന്നതിനനുസരിച്ച് നമ്മൾ കൂടുതൽ കുറവായിട്ട് വെള്ളം ഒഴിക്കേണ്ടി വരുന്നുണ്ടോ? ഇപ്പോൾ ക്യൂറിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കൺസ്ട്രക്ഷൻ സ്റ്റേജിൽ ക്യൂറിങ് മസ്റ്റായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അത് 7 to 14 days നമ്മൾ എന്തായാലും, ഇപ്പോൾ റൂഫ് സ്ലാബൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ ഈ സൈഡൊക്കെ സിമെൻ്റൊക്കെ വെച്ച് വെള്ളം കെട്ടി നിർത്തണം. അത് കോൺക്രീറ്റ് സ്ട്രെങ്ത് അച്ചീവ് ചെയ്യാനായിട്ട് വളരെയധികം അത്യാവശ്യമാണ്. അത് ഒരിക്കലും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഈ ക്രാക്സ് ഒക്കെ ജനറേറ്റ് ചെയ്യുന്നതൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ക്യൂറിങ് മസ്റ്റായിട്ട് വേണം. അത് RCC സ്ട്രക്ചേഴ്സിന് മാത്രമല്ല, ബ്രിക്ക് വർക്ക് ചെയ്യുമ്പോഴും ഫൗണ്ടേഷൻ ചെയ്യുമ്പോഴും വീടിൻ്റെ സിവിൽ വർക്ക് A to Z സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ എൻഡ് ചെയ്യുന്ന വരെ ഈ 7 to 14 days വെള്ളം ഒഴിക്കുന്നത് നല്ലതാണ്, മിനിമം. അതെ. ഈ ലിൻറ്റൽ വാർത്ത ശേഷം
അടുത്ത ദിവസം തന്നെ മേളിലോട്ട് കെട്ടിപ്പോകുന്ന ഒരു പ്രവണത കണ്ടുവരാറുണ്ട്. ആക്ച്വലി അത് നല്ലൊരു പ്രവണതയാണോ? അത് തൊട്ടടുത്ത ദിവസം തന്നെ കെട്ടിപ്പോണം എന്നില്ല. ഒരു 3 ദിവസമെങ്കിലും അതിനൊരു ക്യൂറിങ് ടൈം പ്രോപ്പറായിട്ട് കൊടുത്തതിന് ശേഷം കെട്ടിപ്പോകുന്നതാണ് നല്ലത്. ബിക്കോസ് നമ്മൾ ഈ ലിൻഡൽ എന്ന് പറയുമ്പോൾ ആകെ ഒരു 15 to 20 സെൻറ്റിമീറ്റർ വിഡ്ത്തേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ മുകളിൽ വെള്ളം ഒഴിച്ചാൽ അത് അധികം അവിടെ തങ്ങി നിൽക്കത്തില്ല. അപ്പോൾ വെള്ളം തങ്ങി നിൽക്കാനുള്ള ഒരു സ്പേസ് ഇല്ലാത്തടത്ത് അതിന് മുകളിൽ ഇഷ്ടികയും കൂടെ കെട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഡയറക്റ്റ് കോൺക്രീറ്റിൻ്റെ പുറത്തേക്ക് വെള്ളം വരുന്നില്ല. സൈഡിൽ മാത്രമേ നമുക്ക് നനക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് അതൊരു 2-3 ദിവസം ചാക്കൊക്കെ ഇട്ട് അതിൽ വെള്ളം ഒഴിച്ച് ക്യൂറിങ് കൊടുത്തതിന് ശേഷം ഇത് ചെയ്യുന്നത്, ക്യൂറിങ് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ അതിനകത്ത് വരുന്ന ഈ ഷട്ടർ ചെയ്യുക എന്ന് വെച്ചാൽ സപ്പോർട്ട്സ് ഒക്കെ കൊടുത്തേക്കുന്നതും 7 days കഴിയാതെ ഇളക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ഓപ്പണിങ്സിലൊക്കെ. അപ്പോൾ കൂടുതലും ഒരു വീട് വയ്ക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഇൻഡസ്ട്രിയൽ സ്റ്റെയർകേസ് ആണ്. ആക്ച്വലി കോൺക്രീറ്റ് സ്റ്റെയർകേസ് ആണോ ഇൻഡസ്ട്രിയൽ സ്റ്റെയർകേസ് ആണോ എപ്പോഴും നല്ലത്? ഇതിൽ നല്ലത് എന്ന് വെച്ചാൽ രണ്ടും നല്ലത് തന്നെയാണ്. ഓരോ ക്ലയൻറ്റിനെയും ഓരോ ഡിസൈനിനെയും എസ്തെറ്റിക്സ് അനുസരിച്ചിട്ടാണ് അതിനകത്ത് ചേഞ്ച് വരുന്നത്. ജനറലി കോസ്റ്റ് വൈസ് കോൺക്രീറ്റ് തന്നെ ആയിരിക്കും കുറവ്. ഇൻഡസ്ട്രിയൽ സ്റ്റെയർകേസ് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ വുഡൻ പ്ലാങ്ക്സ് ഒക്കെ വെച്ച് ഈ നമ്മൾ ട്രെഡ് പോർഷൻസ് ഒക്കെ കവർ ചെയ്തെടുക്കുന്ന രീതിയിലാണ് ചെയ്യുന്നത്. പിന്നെ സൈഡ് വരുന്ന ഹാൻഡ് റെയിൽസ് ഒക്കെ ഗ്ലാസ് ഒക്കെയാണ് കൂടുതലും കൊടുക്കുന്നത്. അത് ടഫൻഡ് ഗ്ലാസ് ആയിരിക്കും. അപ്പം അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഒരു നോർമൽ കോൺക്രീറ്റ് സ്റ്റെയർകേസ് ചെയ്യുന്നതിനേക്കാളും അതിൻ്റെ ഒരു ഇരട്ടിയോളം കോസ്റ്റ് ഇൻഡസ്ട്രിയൽ സ്റ്റെയർ വിത്ത് വുഡൻ ഫിനിഷ് ചെയ്യുമ്പോൾ എന്തായാലും ഉണ്ടാവും. ഓക്കെ, ഡ്യൂറബിലിറ്റി നോക്കുവാണെങ്കിൽ ഏതായിരിക്കും ഏറ്റവും നല്ലത്? ഡ്യൂറബിലിറ്റി രണ്ടും ഡ്യൂറബിൾ ആണ്. കോൺക്രീറ്റ് ആയിരിക്കും മോർ ഡ്യൂറബിൾ ദാൻ സ്റ്റീൽ. ഇപ്പം കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് ഇപ്പോൾ ബാത്റൂം വാൾ ഉണ്ടല്ലോ, ഇതിൻ്റെ പുറകു വശത്ത് വരുന്ന ഏരിയ അവിടെ മിക്കവാറും ഈർപ്പം കാണാറുണ്ട്. അതിൻ്റെ റീസൺ എന്തായിരിക്കും? അത് കൂടുതലായും കാണുന്നത് ഇപ്പോൾ ഒരു 10 വർഷം മുമ്പ് വരെയൊക്കെ കൂടുതലും ഈ ജോയിൻറ്റ് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് വൈറ്റ് സിമെൻറ്റ് അല്ലെങ്കിൽ ജോയിൻറ്റ് ഫില്ലർ എന്നുള്ളൊരു മെറ്റീരിയലാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഒരു മെറ്റീരിയൽ ഒരിക്കലും വാട്ടർ പ്രൂഫിങ് മെറ്റീരിയൽ അല്ല. അപ്പോൾ ശരിക്കും അങ്ങനെ വരുന്ന ജോയിൻറ്റ്സ് എല്ലാം, ടൈൽ ജോയിൻ്റ് എല്ലാം, എസ്പെഷ്യലി ബാത്റൂംസിനകത്തായിരുന്നാലും അതുപോലെ നമ്മൾ ടൈൽ അപ്ലൈ ചെയ്യുന്ന വാട്ടർ കണ്ടൻറ്റ് വരുന്ന ഏരിയയിലെല്ലാം നമ്മൾ ജോയിൻറ്റ് മസ്റ്റായിട്ട് എപ്പോക്സി വെച്ച് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു ഡാമ്പിനെസ് പുറകുവശത്തെ ചോരി വരുന്നത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ കഴിയും. ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴാണ് പ്ലാന്റിങ് ചെയ്തു തുടങ്ങേണ്ടത്? ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യുന്നത്, പ്ലാന്റിങ് ചെയ്ത് തുടങ്ങേണ്ടത് എപ്പോഴും ഈ ഒരു ഹൗസ് വാമിങ്ങിന് കണക്കാക്കി ബാക്കി പെയിൻറ്റിങ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞതിന് ശേഷം വേണം പ്ലാന്റ്സ് പ്ലാന്റ് ചെയ്ത് തുടങ്ങാനായിട്ട്. അല്ലെങ്കിലുള്ള പ്രശ്നം വെച്ചാൽ ഈ പ്ലാന്റ്സിൽ പെയിന്റ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഈ പ്ലാന്റ്സ് ഒക്കെ ചീത്തയായി പോകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ലാസ്റ്റ് സ്റ്റേജിൽ എല്ലാം നമ്മൾ ഇപ്പോൾ ബിഫോറായിട്ട് പ്ലാൻ ചെയ്ത് വെക്കുക, ഏതൊക്കെ ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് ആണ് വേണ്ടിയത് അതെല്ലാം റെഡിയാക്കി വെക്കുക. ബിഫോർ ഹൗസ് വാമിങ്, ആഫ്റ്റർ പെയിൻറ്റിങ് എല്ലാം കോമ്പൗണ്ട് വാൾ ഉൾപ്പെടെ കഴിഞ്ഞതിന് ശേഷം എക്സ്റ്റീരിയറിൽ പ്ലാന്റ് ചെയ്ത് പോകുന്നതായിരിക്കും അനുയോജ്യം. ഒരു ഡ്രീം ഹോം പണിയുമ്പോൾ നമുക്ക് ബേസിക്കായിട്ട് വരുന്ന ഒരുപാട് സംശയങ്ങളുണ്ട്. ആ സംശയങ്ങൾക്കൊക്കെ ഉള്ള മറുപടി നിങ്ങൾക്ക് കിട്ടിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനിയും എന്തെങ്കിലും സംശയം കൂടുതലായിട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു പോഡ്കാസ്റ്റിൽ ആ സംശയത്തിൻ്റെ ഉത്തരവായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. താങ്ക് യു സർ. താങ്ക് യു.